നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അധികാരി സൽമാൻ രാജാവ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ജിദ്ദയിൽ നിന്ന് റിയാദിലെത്തി. മാസങ്ങളോളം രാജാവ് ജിദ്ദയിലായിരുന്നു ചിലവഴിച്ചിരുന്നത്. കിങ് ഖാലിദ് വിമാനത്താവളത്തിലെത്തിയ രാജാവിനെ റിയാദ് മേഖലയിലെ അമീർ ഫൈസൽ ബിൻ ബന്ദർ രാജകുമാരനും റിയാദ് മേഖലയുടെ ഡെപ്യൂട്ടി അമീർ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ ചേർന്ന് സ്വീകരിച്ചു. ഖാലിദ് ബിൻ ഫഹദ് ബിൻ ഖാലിദ് രാജകുമാരൻ, മൻസൂർ ബിൻ സൗദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ, ഖാലിദ് ബിൻ സാദ് ബിൻ ഫഹദ് രാജകുമാരൻ, സത്താം ബിൻ സൗദ് ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ, ഫൈസൽ ബിൻ സൗദ് ബിൻ മുഹമ്മദ് രാജകുമാരൻ, പ്രിൻസ് ഡോക്ടർ ഹുസാം ബിൻ സൗദ് ബിൻ അബ്ദുൽ അസീസ്, റക്കാൻ ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ തുടങ്ങി നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും രാജാവിനെ അനുഗമിച്ചു. അതേസമയം സൗദി ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുകയാണ്. ബിൻ സൽമാൻ പ്രധാനമന്ത്രിയായി അവരോധിച്ചതു മുതൽ വലിയ മാറ്റങ്ങളാണ് സൗദിയിൽ പ്രകടമാകുന്നത്. അതായത് അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിൽ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ മുന്ദ്ര തുറമുഖം സൗദി അറേബ്യയുമായി ബന്ധിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. സൗദി അറേബ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗൾഫ് തുറമുഖങ്ങളുടെ ഒരു വലിയ ശൃംഖലയുമായിട്ടായിരിക്കും മുന്ദ്ര തുറമുഖവും ബന്ധിപ്പിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പദ്ധതി യാഥാർത്ഥ്യമായാൽ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കണ്ടെയ്നർ ഗേറ്റ്വേ ആയ മുന്ദ്ര തുറമുഖം ദമാമിലെ കിങ് അബ്ദുൽ അസീസ് തുറമുഖവുമായിട്ടായിരിക്കും ബന്ധിപ്പിക്കുക. ഓരോ 2 ആഴ്ച കൂടുമ്പോഴും 1740 കണ്ടെയ്നറുകൾ വഹിക്കാനുള്ള ശേഷിയുള്ള ഗ്രീൻ എയ്സ് എന്ന കപ്പൽ സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയിലെ ദമാമിനും ഗുജറാത്തിനുമിടയിൽ ചരക്ക് നീക്കം നടത്തും. ജബൽ അലി UAE, ഖലീഫ ബിൻ സൽമാൻ ബഹ്റിൻ, ഹമദ് ഖത്തർ തുടങ്ങിയ തുറമുഖങ്ങൾക്കിടയിൽ ഗ്രീൻ എയ്സ് കപ്പൽ ചരക്ക് നീക്കം നടത്തും. ഗൾഫ് ഇന്ത്യ എക്സ്പ്രസ് 2 എന്ന് ബ്രാൻഡ് ചെയ്ത പുതിയ സേവനം ദുബായ് ആസ്ഥാനമായുള്ള ഓപ്പറേറ്റർ അലാഡിനാണ് ആരംഭിച്ചത്. മുന്ദ്രയെ സോഹാർ, ജബൽ അലി, അജ്മാൻ, റാസൽ ഗൈമ തുടങ്ങിയവയുമായി ബന്ധിപ്പിച്ച് അലാഡിൻ എക്സ്പ്രസ് ഏപ്രിലിൽ തന്നെ മറ്റൊരു സർവീസ് തുടങ്ങിയിരുന്നു. മുന്ദ്ര അദാനി ടെർമിനലിൽ നിന്ന് തുടങ്ങുന്ന ചരക്ക് കപ്പൽ സർവീസ് സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസിലേക്ക് പോയി അവിടെ നിന്ന് ബഹ്റിനിലെ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്തിലേക്ക് യാത്ര തിരിക്കും. അതിനുശേഷം ഖത്തറിലെ ഹമദ്, UAEയിലെ ജബൽ അലി എന്നീ തുറമുഖങ്ങളും പിന്നിട്ട് വീണ്ടും മുന്ദ്ര തുറമുഖത്തെത്തും. ഖത്തറും സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാര ബന്ധം ശക്തിപ്പെടുത്താൻ പുതിയ കപ്പൽ സർവീസ് സഹായിക്കും. ഈ വർഷം ഏപ്രിലിൽ തുടങ്ങിയ ഗൾഫ് ഇന്ത്യ എക്സ്പ്രസിന് മികച്ച പ്രതികരണമാണ് കിട്ടുന്നത്. പുതിയ സർവീസും സമാനമായ രീതിയിലേക്ക് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുമ്പ് അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള മുന്ദ്ര തുറമുഖവും സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് നടത്തിയിരുന്ന തുറമുഖം പിന്നീട് നിരവധി തുറമുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന അദാനി പോർട്സ് ആൻഡ് സെസ് ലിമിറ്റഡായി വികസിപ്പിക്കപ്പെടുകയായിരുന്നു. ഡ്രൈ കാർഗോ, ലിക്വിഡ് കാർഗോ, ക്രൂഡ് കാർഗോ, കണ്ടെയ്നറുകൾ എന്നിവ കൈകാര്യം ചെയ്യാൻ സജ്ജീകരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖവും ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖവുമാണ് ഇന്ന് മുന്ദ്ര. ഹെറോയിൻ വേട്ടയ്ക്കും പ്രശസ്തമാണ് മുദ്ദ തുറമുഖം. ഏകദേശം 3000 കിലോ ഹെറോയിനാണ് മുന്ദ്ര തുറമുഖത്ത് നിന്ന് മാത്രം കഴിഞ്ഞ തവണ പിടിച്ചെടുത്തത്.